ഹായ് എവരിബഡി. ഒരുപാട് ദിവസങ്ങളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. മറ്റൊന്നുമല്ല, കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ആയിരുന്നു. അതായത് ഫെബ്രുവരിയും മാർച്ചും എക്സാം ടൈമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എൻ്റെ മോനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന എൻ്റെ മോൾക്കും അതുപോലെ നഴ്സറി മുതൽ ഡിഗ്രി വഴി പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. ഇന്നിപ്പോൾ ടുഡേ ഈസ് ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദിസ് അക്കാഡമിക് ഇയർ. ഇന്ന് ഞങ്ങൾ ആ ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഒരു ടീ പാർട്ടി കൂടി കുറച്ച് പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ച് ഞങ്ങൾ പിരിയാറാണ് പതിവ്. അതുപോലെ ഇന്നിവിടെ ഞങ്ങൾ കൂടിയിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇല്ല എങ്കിലും ഉള്ളവരെ വെച്ചിരുന്ന വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമ്മുടെ പേര് പറഞ്ഞോളെ. നോറ മേരി ജോസഫ്, നഴ്സറി LKG സ്റ്റുഡൻ്റാണ്. ഇത് നമ്മുടെ നൈന, പേര് പറഞ്ഞോളെ. നൈന മേരി, മൊത്തം പറ, അങ്ങോട്ട് നോക്കി പറ. നൈന മേരി ജോസഫ് UKGയിലാണ്. പിന്നെ ഇത് നമ്മുടെ പേര് പറഞ്ഞു, നൈസ മേരി ജോസഫ്, 5ാം ക്ലാസ്സിൽ, ഇനി 6ലേക്കാണ്. ഇങ്ങോട്ട് നോക്ക്. ഇത് ഒന്ന് കാണട്ടെ. ആൽഫി, ഇത് അനീറ്റ, ആൽഫി. ഇങ്ങോട്ട് നോക്ക്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്. ഇവരെ എനിക്ക് തിരിച്ചറിയാൻ ഇപ്പോഴും പ്രയാസമാണ്. 3 വർഷം കൊണ്ട് ഇവരെൻ്റെ അടുത്ത് പഠിക്കുന്നു. പക്ഷേ എനിക്ക് രണ്ടുപേരെ ഇപ്പോഴും തിരിച്ചറിയത്തില്ല. ആൽഫി, അനീറ്റ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇനി 7ലേക്ക്. ഇത് സാന്ദ്ര ഷൈൻ. സാന്ദ്ര 6ൽ, ഇനി 7ാം ക്ലാസ്സിലേക്ക്. ഇത് നമ്മുടെ ഷിൻഡ കുഞ്ഞാണ്. ഇത് ഇപ്പോൾ UKGയിലാണ്. ഇങ്ങോട്ട് നോക്ക്. ഇത് UKGയിലാണ്, ഇനി 1ലേക്ക്. ഇനിയും അത് ഹണി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു. ഇനി നിങ്ങളുടെ കിച്ചുൻ്റെ ആദ്യം എടുക്കുക. കിച്ചു, അതായത് ഷോൺ ഷിബു. ഇവരും ഇരട്ടകളാണ്. അതുകൊണ്ട് എനിക്ക് ഇവന്മാരെ രണ്ടിനെ എനിക്ക് തിരിച്ചറിയത്തില്ല. ഇപ്പോഴും ഇരട്ടകളാണ്. അവരിപ്പോൾ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. ഇന്ന് അവരുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ബയോളജി ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവന്മാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവൻ്റെ മൂക്കിന് തുമ്പത്ത് ശുണ്ടിയല്ല, ഒരു മറുകുണ്ട്. ആ മറുക് വെച്ചാണ് ഞാൻ ഇവരെ രണ്ടുപേരെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇനി എനിക്കുള്ളത്, ഇവിടെ ഇരട്ടകളുടെ ഒരു 5 സെറ്റ് എനിക്കുണ്ടായിരുന്നു. അതായത് ഷെയ്ൻ, ഷോണ്, ആൽഫി, അനീറ്റ. പിന്നെ ഉള്ളത് ഒരു എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൽവിൻ രജു എൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ശ്രേയസ്, പിന്നെ നമ്മുടെ അമൃത അശ്വിൻ. ഇത്ര 5 സെറ്റ് ഇരട്ടകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇരട്ടകളുടെ ഒരു ബഹളം തന്നെയാണ് ഇവിടെ. പിന്നെ എല്ലാവരും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ബിജിൻ, കാതോലിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന ഒരു ബിജിനുണ്ട്. ബിജിന് അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇന്ന് അവന് ടൂർ പ്രമാണിച്ച് അവന് വരാൻ കഴിഞ്ഞിട്ടില്ല. അവനെ ഇന്ന് ഇല്ലാത്തതിൽ ഞങ്ങൾ മിസ് ചെയ്യുന്നു. അവൻ്റെ ആഗ്രഹം ഒരു പള്ളിയിലച്ഛനാകണമെന്നാണ്. അവൻ്റെ ആഗ്രഹം പോലെ സാധിക്കട്ടെ എന്ന് ഞാൻ അവനെ ആശംസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇന്ന് എല്ലാവരും വന്നിട്ടില്ല. ഒരു അർജുനുണ്ട്, അവൻ എത്തിയിട്ടില്ല. അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല, എങ്കിലും എൻ്റെ മോനില്ല. അങ്ങനെ എന്നാലും ഉള്ളവരെല്ലാവരെയും കൂട്ടി ഇന്നത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ടീ പാർട്ടിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഔട്ട്ഡോർ ഗെയിംസ്, അതായത് എന്തെങ്കിലും ഒന്ന് കളിയിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് സാധാരണ എന്നും കടന്നു പോകുന്നത്. ഇനി ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ആശംസിക്കുകയാണ്. ഈ ഒരു മാസത്തേക്ക് ഞാൻ അവരെ പറത്തി വിടുകയാണ്. എന്ത് കളികളും കളിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ കളിച്ച് ചാടി മറിഞ്ഞ് അവരുടെ വെക്കേഷൻ നന്നായിട്ട് ആഘോഷിക്കുക. പിന്നെ മെയ്യിലാണ് നമ്മുടെ ട്യൂഷൻ ഇനി ആരംഭിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കടന്നു വരാം. ജൂണിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടും വരാം. അവരെ അപ്പോൾ ഞാൻ വെക്കേഷന് ആശംസകൾ നേർന്നുകൊണ്ട് പറത്തി വിടുന്നു. ഇഷ്ടംപോലെ കളിക്കുക, ചാടുക, മറിയുക. പക്ഷേ നമ്മുടെ അസ്ഥികളൊന്നും ഒടിയാതെ, കാലൊന്നും ഒടിയാതെ, കൈയൊന്നും ഒടിയാതെ സൂക്ഷിക്കണം. അത് മാത്രമേ ഉള്ളൂ. നന്നായി കളിച്ച് വളരുക, നന്നായി ഗ്രൂപ്പായിട്ട് കളിക്കുക. വീടിനകത്ത് ഉള്ളിലിരുന്ന് കളിക്കുന്ന ഇൻഡോർ ഗെയിംസിനേക്കാൾ കൂടുതൽ ഔട്ട്ഡോർ ഗെയിംസിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ കളിച്ചു വളരണം. അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ആശംസിച്ച് വിടുകയാണ്. ഇനി ഞാൻ നമ്മുടെ നൈനയ്ക്കും നോറയ്ക്കും വേണ്ടിയിട്ട് ഒരു താരാട്ട് പാട്ട് പാടുകയാണ്. നൈന കുഞ്ഞിനും നോറ കുഞ്ഞിനും വേണ്ടിയാണ് പാടുന്നത്. ശ്രദ്ധിച്ചോണേ. നൈന കുഞ്ഞിനും നോറ കുഞ്ഞിനും വേണ്ടിയിട്ട് ഞാനൊരു 4 വരി
ഒരു താരാട്ട് പാട്ട് കേട്ടോണേ. കല്ലലും മൂളും കാറ്റ് പുല്ലാനിക്കാട്ടിലെ കാറ്റ്, കല്ലലും മൂളും കാറ്റ് പുല്ലാനിക്കാട്ടിലെ കാറ്റ്, കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉറക്കാൻ വാ, കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉറക്കാൻ വാ, നീ തെയ്യം 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 തെയ്യം, നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം, തുള്ളി തുള്ളി വായോ അല്ലീണം പോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ ചിരിയോ നിലാവോ അല്ലീണം പോവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തെൻമൊഴിയോ മഞ്ഞിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെക്കേഷൻ ആഘോഷിക്കാം. എല്ലാവരും സെൽഫി എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്ത് ഹാപ്പി വെക്കേഷൻ ഡേയ്സ്, ഹാപ്പി വെക്കേഷൻ ഡേയ്സ് പറഞ്ഞു, ഹാപ്പി വെക്കേഷൻ പറഞ്ഞു, ഹാപ്പി വെക്കേഷൻ സെലിബ്രേഷൻസ്. ഓക്കെ, താങ്ക് യു.